മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടാക്കി സ്റ്റോക്കിന്റെ ഈ എച്ച് ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊപ്പം അതിഥിയായി ചേരുന്നത് ഒരു പ്രശസ്ത സംവിധായകനാണ്. ജലസമാധി എന്ന സിനിമയിലൂടെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഇതിനകം സ്വന്തമാക്കി കഴിഞ്ഞ മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ ശ്രീ വേണു നായർ. സ്വാഗതം സർ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ഡോക്യുമെന്ററികളിലൂടെ സീരിയലുകളിലൂടെയാണ് മലയാളികൾക്ക് വേണു നായർ എന്ന സംവിധായകൻ പരിചിതനായത്, സുപരിചിതനായത്. ആദ്യത്തെ ഫീച്ചർ ഫിലിമായ ജലസമാധി ഇതിനകം 51ഓളം അവാർഡുകൾ ഇതിനകം സ്വന്തമാക്കി കഴിഞ്ഞു. മലയാളത്തിൽ ഒരുപക്ഷെ ഒരു സംവിധായകനും ഒരു സിനിമയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു നേട്ടമാണ് താങ്കളുടെ സിനിമ താങ്കൾ സ്വന്തമാക്കിയത്. എങ്ങനെ ആ ഒരു സന്തോഷം ആദ്യമായി നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു? അല്ല, അത് ഇത്രയും അവാർഡുകൾ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം 25 രാജ്യങ്ങളിൽ നിന്ന് 54 ഫെസ്റ്റിവലുകളിൽ നിന്നാണ് നമുക്ക് ഈ 51 അവാർഡുകൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ അത് വളരെ വളരെ സംതൃപ്തി നൽകുന്നൊരു ഒരു അവസ്ഥാവിശേഷമാണ്. വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ചെയ്ത ഒരു ക്രിയേറ്റീവ് വർക്ക് ലോകമെമ്പാടും 25 രാജ്യങ്ങളിൽ അത് അംഗീകരിക്കപ്പെടുന്നു, അവിടുന്ന് അവാർഡുകൾ കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഐ എം സോ താങ്ക്ഫുൾ ടു ഗോഡ്. ഏറ്റവും ഒടുവിലായി സിഡ്നി ഫിലിം ഫെസ്റ്റിവൽ, സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ഈ ചലച്ചിത്ര മേളകളിലാണ് അവാർഡുകൾ സ്വന്തമാക്കിയത്. മികച്ച ഇന്ത്യൻ സംവിധായകൻ, മികച്ച ഫിലിം ഡയറക്ടർ എന്നുള്ള അവാർഡാണ്. അങ്ങനെ സിനിമയുടേതായ ജലസമാധി എന്ന് പറയുന്നത് സിനിമയുടേതായ ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിൽ നിന്നെല്ലാം അവാർഡുകൾ സ്വന്തമാക്കിയ ഒരു സിനിമയാണ്. എന്താണ് ജലസമാധി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രമേയം? നമ്മുടെ ഒരു യൂസ് ആൻഡ് ത്രോ അവേ കൾച്ചറിനെതിരെയുള്ള ഒരു ശരിക്കും അതിനെതിരെയുള്ളൊരു പ്രമേയമാണ്. കാരണം യൂസ് ആൻഡ് ത്രോ അവേ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധനം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു, അത് ഉപയോഗിക്കുന്നു, അത് ഉപയോഗശൂന്യമാകുമ്പോഴത്തേക്കും അത് വലിച്ചെറിയുന്നു. അപ്പോൾ ഈ ഒരു കൺസ്യൂമർ കൾച്ചർ നമ്മുടെ ഹ്യൂമൻ റിലേഷൻഷിപ്സിൽ വന്നാൽ എങ്ങനെയിരിക്കും? ഇപ്പോൾ പ്രായമായ ആളുകൾ ഇപ്പം വരുമാനമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവരെ ഫിസിക്കലി ഇൻവാലിഡ് ആകുന്ന അവസ്ഥ, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ടെർമിനൽ ഡിസീസ് വരുന്നൊരവസ്ഥ. അപ്പോൾ ഒരു കൺസ്യൂമർ കൾച്ചർ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പം ഇവർ ദീസ് പീപ്പിൾ ആർ നോ മോർ പ്രൊഡക്റ്റീവ്. അപ്പം നമുക്ക് ഇവരെ ഡിസ്കാർഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഡിസ്കാർഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എവിടെയെങ്കിലും അമ്പലത്തിന് മുന്നിൽ കൊണ്ട് നടന്നുള്ള നമ്മൾ എത്രയോ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ പലതരത്തിലുള്ള എന്താണ് പറയുക, ഉപദ്രവങ്ങൾ, ദേഹോപദ്രവങ്ങൾ, അവരെ മാനസികമായിട്ട് തളർത്തുക. പിന്നെ പത്രങ്ങളിലൊക്കെ കാണാം ഒരുപാട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളൊക്കെയാണ് പട്ടിക്കൂട്ടിൽ കെട്ടിയിടുക, അത് ചെയ്ത് നമ്മൾ കാണുന്നില്ല ഇത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൽ ട്രീറ്റ്മെൻറ്റ്, അതല്ലെങ്കിൽ കുറച്ചുകൂടെ സാമ്പത്തികമായിട്ടൊക്കെ വരുമാനമുള്ള ആളുകളാണെങ്കിൽ അവർ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുക. അപ്പം അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ഇറ്റ്സ് എ സോർട്ട് ഓഫ് കൺസ്യൂമർ കൾച്ചർ. അപ്പം അതിനൊക്കെ എതിരെ ഉയർത്തുന്ന ഒരു മെസ്സേജാണ് നമ്മുടെ ഈ ജലസമാധി. 25 രാജ്യങ്ങളിൽ നിന്നുള്ള അവാർഡ് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭാഷയ്ക്കും ദേശത്തിനും അതീതമായ ഒരു പ്രമേയമായിരിക്കണം അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു അംഗീകാരങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയും ലഭിക്കുന്നത്. ഈ സിനിമ കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് കൃത്യമായും എന്താണ്? ഇത് തന്നെയാണ്. കാരണം ഇത് ഈ പ്രായമായവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. അത് ആഗോളതലത്തിൽ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇറ്റ്സ് എ ഗ്ലോബൽ ഇഷ്യൂ. പ്രായമായ ആളുകൾ ഓരോ ദിവസം കഴിയും തോറും അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയാണ് വരുന്നത്. ബിക്കോസ് ഓഫ് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തുള്ള അഡ്വാൻസ്മെൻറ്റും കാര്യങ്ങളും ചികിത്സയിലുള്ള ആധുനികതയും ഒക്കെ കൊണ്ട് ഈ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുമ്പോൾ സംഭവിക്കുന്ന ഉള്ള പ്രശ്നങ്ങളാണിത്. അത് ആഗോളതലത്തിൽ ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്രയും രാജ്യങ്ങളിൽ ഇത്രയും ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കുകയും അതവർക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യുന്നത്. ഈ ജലസമാധി എന്ന സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിലൊന്ന് സേതുവിന്റെ തിരക്കഥയാണ്. സേതുവിന്റെ അടയാളങ്ങൾ എന്നുള്ള നോവലാണ് സിനിമയായി മാറിയത്. എങ്ങനെയാണ് ഈ നോവലിലേക്കും സേതുവിലേക്കും എത്തുന്നത്?
ഇപ്പം ഞാൻ ഈ സേതു സാറുമായിട്ട് എൻ്റെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു 10-20 വർഷം മുമ്പുള്ളതാണ്. വാസ്തവത്തിൽ 20 ഒരു 30 വർഷങ്ങളുമായിട്ടുണ്ട് ശരിക്കും. കാരണം ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതലായിട്ടും നമ്മൾ ഒരു അടുപ്പവും ബന്ധവും ഒക്കെ നമ്മൾ സ്ഥാപിക്കുന്നതും ഒക്കെ 1999-2000 കാലഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 10-17 സ്റ്റോറീസ് ഞാൻ ദൂരദർശന് വേണ്ടിയിട്ട് സീരിയലൈസ് ചെയ്തിരുന്നു. അപ്പോൾ സേതുവിൻ്റെ കഥകൾ എന്ന പേരിൽ തന്നെ സേതുവിൻ്റെ 17 സ്റ്റോറീസ്. അപ്പോൾ ദൂരദർശനിലത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ടെലികാസ്റ്റ് ചെയ്ത് അത് വലിയ വ്യൂവർഷിപ്പ് ഉണ്ടായിട്ടുള്ള ഒരു പ്രോഗ്രാമുകളിലൊന്നാണത്. അപ്പോൾ ആ സമയത്ത് ഡെയിലി സീരിയൽസൊക്കെ വന്ന ഒരു കാലഘട്ടത്തിലാണ് 2000 എന്നൊക്കെ പറയുന്നത്. അതിനിടയിൽ പോലും നമ്മൾ വീക്ക്ലി വൺസ് ഈ സീരിയൽ അത് പിടിച്ചു നിന്നു. അപ്പം അതിന് വലിയ റേറ്റിംഗ് ഉണ്ടാവുകയും അത് നമുക്ക് വലിയൊരു ഗുണം ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു സീരിയൽ. അപ്പം അങ്ങനെയാണ് സേതുവുമായിട്ടുള്ളൊരു ബന്ധം നമുക്കുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പം 2005 അദ്ദേഹത്തിൻ്റെ അടയാളങ്ങൾ എന്ന് പറയുന്ന നോവൽ ഇറങ്ങി. അപ്പം ഞാനത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആണ് ഞാനത് വായിക്കുന്നത്. അപ്പം ആ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്. പിന്നെ അത് ഇന്ത്യയിലെ വിവിധ ഭാഷകളിലും വിദേശ ഭാഷകളിലുമൊക്കെ അത് ട്രാൻസ്ലേഷൻസ് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ വിഖ്യാതമായ ഒരു വർക്കാണത്. അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ചില ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഈ തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളിൽ നടക്കുന്ന തലേക്കൂത്തൽ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ വായിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പം ഞാനിത് രണ്ടും കൂടെ കണക്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഡെഫിനറ്റ്ലി ഇതിനകത്തൊരു സിനിമയ്ക്കുള്ളൊരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ നോവലിനെ വിട്ടിട്ട് എൻ്റെ വേറൊരു രീതിയിലുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു സ്ക്രിപ്റ്റ് ഞാൻ ഉണ്ടാക്കി. അത് കുമിളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ലൊക്കേഷൻസ് കണ്ടുകൊണ്ട് ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ കുറേ ദിവസം താമസിച്ചിട്ടൊക്കെ ഞാനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് ഒരു പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ ഈ സേതുവിൻ്റെ ഈ നോവലുമായിട്ടും കണക്ഷൻ ഇല്ല തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രാക്കിൽ ഉള്ളൊരു സാധനം. അപ്പോൾ അതെല്ലാം എഴുതി കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു സേതുവിനെ ഒന്ന് കാണിക്കാം ഈ സാധനം. അപ്പം ഞാൻ സാറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് സാറ് വായിച്ചിട്ട് സാറിൻ്റെ കമൻസ് പറയണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ അത് വായിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ വായിക്കാം. പക്ഷെ ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് താല്പര്യമെങ്കിൽ വേണമെന്ന് വായിച്ചു നോക്കാം. ഞാൻ തീർച്ചയായിട്ടും ഞാൻ വായിച്ചു നോക്കാം. അപ്പോൾ ഒരു കാര്യം സാറിൻ്റെ അത് വായിച്ച് നോക്കിയതിന് ശേഷം എൻ്റെത് ഞാൻ അയക്കാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ സാറത് ഇമെയിൽ ചെയ്തു. അപ്പം അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. അപ്പം അങ്ങനെയാണ് ഇതെടുക്കാം, എൻ്റെ തൽക്കാലം അത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. എൻ്റെതെന്ന് പറഞ്ഞാൽ ഇനി വേണമെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഇനിയും ചെയ്യാം. കാരണം ഇത് ഈ സിനിമ തീർന്നതിന് ശേഷമുള്ള ഒരു കഥയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ശരിക്കും. ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ നടക്കാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്ന് അത് തടയുകയൊക്കെ ആണ് ചെയ്യുന്നത്. അപ്പം ആ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഈ അച്ഛൻ ഡിസപ്പിയർ ചെയ്തതിന് ശേഷം ഉള്ള ഒരു സംഗതിയിലാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് എന്ന് വിചാരിച്ച് ഞാനത് ചെയ്യാൻ പോകുന്നു എന്നല്ല പറഞ്ഞത്. അവിടെ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ആ ഒരു മകൻ്റെ ഒരു അന്തർസംഘർഷങ്ങളാണ് ഞാൻ എഴുതി തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഒരു അവസാനം വളരെ മനോഹരമായ ഒരു എൻഡിങ് ഒക്കെ ആയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ സേതുവിൻ്റെ അടയാളങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യത. പക്ഷെ അത് തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷനാണ്. ഇങ്ങനെ ഒരു സാധനം നമുക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഈ അടയാളങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പം അങ്ങനെയാണ് ഞാൻ എഴുതിയ സാധനം മാറ്റിവെച്ചിട്ട് സേതു സാറിൻ്റെ ഈ ജലസമാധിയിലേക്ക് നമ്മൾ എത്തുന്നത്. സാർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ ജലസമാധി എന്നുള്ള ഒരു സിനിമയുടെ ഒരു പ്രമേയം ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാഷയ്ക്കും ദേശത്തിനും അതീതമായി ഒരു സിനിമ അംഗീകരിക്കപ്പെടുന്നത്. ഈ 25-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സിനിമാ ആസ്വാദകർ, ജൂറി ഈ സിനിമ കണ്ടതിന് ശേഷമുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെയായിരുന്നു? അവരുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു? ഇവരുടെ വിലയിരുത്തലുകൾ പലപ്പോഴും നമുക്ക് ലഭ്യമല്ല. പക്ഷേ വിലയിരുത്തലുകൾ പോസിറ്റീവ് ആയതുകൊണ്ടാണല്ലോ അത് തിരഞ്ഞെടുക്കുന്നത്, പുരസ്കാരങ്ങൾ ലഭിക്കും. അതെ, അത് അതിൻ്റെ ഒരു ഒഫീഷ്യൽ സെലക്ഷൻ വരുന്നു, പിന്നെ അതിൻ്റെ സെമി ഫൈനലിസ്റ്റ് ആകുന്നു, ഫൈനലിസ്റ്റ് ആകുന്നു, പിന്നെയാണ് വിന്നറാകുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ യൂഷ്വൽ പ്രൊസീജിയർ അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും കടമ്പകൾ ഇത് കടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം അവരെ വളരെയധികം ഇംപ്രസ് ചെയ്യുന്നു, അത് വളരെ നല്ലൊരു ഇമ്പാക്റ്റ് അവരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടല്ലേ. തീർച്ചയായിട്ടും അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക്.
ഇത്രയും അവാർഡുകൾ കിട്ടി രാജ്യത്തിനകത്തുനിന്ന് പുറത്തുനിന്ന്, പക്ഷേ നമ്മുടെ മലയാളത്തിൽ നിന്നും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം വേണുനായരുടെ ജലസമാധി അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അതിപ്പോൾ ഞാനിപ്പം കൊടുത്തിടത്തെല്ലാം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അന്താരാഷ്ട്ര തലത്തിലാണെങ്കിലും നമ്മൾ ഈ 54 ഫെസ്റ്റിവലിനല്ല ഞാൻ കൊടുത്തിരിക്കുന്നത്, അത് കൂടുതൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പടം ഇഷ്ടപ്പെടണമെന്നില്ല. ഏതൊരു കലാസൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ജൂറിക്ക് അത് ഇഷ്ടമായില്ല എന്നുള്ളത് ആണ് നമ്മളത് മനസ്സിലാക്കുന്നത്. എനിക്കതിനകത്ത് പരാതിയും പരിഭവമൊന്നുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആഗോളതലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25 രാജ്യങ്ങളിൽ 54 ഫെസ്റ്റിവലിൽ നിന്ന് 51 അവാർഡുകൾ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ വളരെ സംതൃപ്തനാണ്. അപ്പോൾ ഒരു ലോക്കൽ ലെവലിൽ നമുക്കൊരു അവാർഡ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്കതിനകത്ത് പരാതിയോ പരിഭവമൊന്നുമില്ല. പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയം നടത്തിയ ജൂറി മെമ്പേഴ്സ് അവരുടെ മനസാക്ഷിക്കൊത്താണ് പ്രവർത്തിച്ചിരിക്കുന്നതെങ്കിൽ എന്നവർ പറഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതങ്ങനെ ആയിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റ് പ്രഷറിന്റെ പുറത്തല്ല ചെയ്തിരിക്കുന്നതെന്നുള്ളൊരു ഉത്തമ ബോധ്യത്തിലാണ് അവർ ചെയ്തിരിക്കുന്നതെങ്കിൽ സോ ഹാപ്പി, അതിനെ അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും. അതേസമയം ഈ ചലച്ചിത്ര നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ അതിൻ്റെ ഒരു ക്രൈറ്റീരിയോ മാനദണ്ഡങ്ങൾ പല രീതിയിലും മാറിയിട്ടുണ്ട് എന്നുള്ള വിമർശനമുണ്ട്. അത് ഈ വർഷമല്ല, കഴിഞ്ഞ 2-3 വർഷങ്ങളായി അത്തരത്തിലുള്ളൊരു പരാതികളുണ്ട്. കാരണം ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര മേള, അതിൻ്റെ ഒരു പ്രഖ്യാപനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സിനിമകൾ, അത് കൊമേഴ്സ്യലായി വിജയിച്ച സിനിമകൾ, തിയേറ്ററുകളിൽ ആൾക്കാർ ഒഴുകിയെത്തിയ സിനിമകൾ, ആ സിനിമകളൊക്കെയും വിലയിരുത്തലിന് വിധേയമാക്കുന്നു, അതിന് അവാർഡുകൾ ലഭിക്കുന്നു. അത് ആ ഒരു മാനദണ്ഡം മറ്റെന്തിനൊക്കെയോ വേണ്ടി ആയിരിക്കാം എന്നുള്ള ചില വിമർശനങ്ങളുമുണ്ട്. എങ്ങനെയാണ് ആ ഒരു വിമർശനത്തെ ഒരു സംവിധായകൻ എന്ന രീതിയിൽ കാണുന്നത്? അല്ല, ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസും ചലച്ചിത്ര പുരസ്കാരങ്ങളുമൊക്കെ നൽകേണ്ടത് ഈ കമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കമേഴ്ഷ്യലി തിയേറ്ററിൽ ഓടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർമുലകൾക്കനുസരിച്ച് നിർമ്മിച്ച സിനിമകൾക്കല്ല അത് കൊടുക്കേണ്ടത്. അതിനല്ല ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഇത്തരത്തിലുള്ള അക്കാഡമികളും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളും അവരുടെ ബൈലോന്നോ എന്നൊക്കെ നമുക്ക് പറയാം, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറയുന്നത് സിനിമാറ്റിക്, തീമാറ്റിക് ആൻഡ് ഈസ്തെറ്റിക് എക്സലൻസ് ഉള്ള സിനിമകൾക്ക് പുരസ്കാരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന സർക്കാരുകളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത്, അവരുടെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് OTT പ്ലാറ്റ്ഫോംസിൽ വന്നിരിക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ കമേഴ്ഷ്യലി ഓടിയിരിക്കുന്ന സിനിമകൾ ആണെന്ന് വിചാരിച്ചിട്ട് ഇപ്പം അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പം ജോക്കർ പോലുള്ളൊരു സിനിമ അത് കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിരുന്നു. അറ്റ് ദി സെയിം ടൈം ഈസ്തെറ്റിക്കലി അത് വാല്യൂബിൾ ആണ്, തീമാറ്റിക്കലി എല്ലാം സിനിമാറ്റിക്കലി എല്ലാം വളരെ ഉയർന്ന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു സിനിമയാണ്. അപ്പം അത്തരത്തിലുള്ള സിനിമകളാണ് എടുക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോൾ അതല്ല. ഇപ്പം കഴിഞ്ഞ വർഷത്തെ IFFKയിലൊക്കെ ആണെന്നെങ്കിലും ഒരു മെജോറിറ്റി ഓഫ് ദി ഫിലിംസ്, അതിന് ഞാൻ ഉൾപ്പെടെയുള്ള പല ഫിലിം മേക്കേഴ്സും കേസിന് പോവുകയൊക്കെ ചെയ്തു. വലിയ പ്രതിഷേധം. അതെ, കേസിന് പോവുകയൊക്കെ ചെയ്തു. പക്ഷേ അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും എടുക്കേണ്ടത് ഇത്തരത്തിലുള്ള ചലച്ചിത്രമേളയിൽ. കാരണം അതിൻ്റെ ബേസിക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു എററാണ് അങ്ങനെ സംഭവിക്കാമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമാറ്റിക്, തീമാറ്റിക് ആൻഡ് ഈസ്തെറ്റിക് എക്സലൻസ് ഉള്ള സിനിമകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഇത്തരം ബോഡികൾ അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ഒന്ന്. രണ്ട്, ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് ഈ തെരഞ്ഞെടുക്കാൻ നിയോഗിക്കപ്പെട്ട ജൂറി മെമ്പേഴ്സ് ഞാൻ പറയുന്നില്ല, അതിൻ്റെ ആ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ സെലക്ടേഴ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം, അവരുടെ യോഗ്യതകൾ പലപ്പോഴും ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. പലപ്പോഴും പല യോഗ്യതകളും അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ലാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള സെലക്ടേഴ്സായിട്ട് വരുന്നത്. അപ്പം അവരുടെ പേഴ്സണൽ സെൻസിബിലിറ്റിയുടെ റിഫ്ലക്ഷനാണ് ഈ സിനിമകളിൽ ഈ സിനിമയുടെ തെരഞ്ഞെടുപ്പിലൂടെ സംഭവിക്കുന്നത്. ഇപ്പം ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ മിനിമം ഒരു MBBS എങ്കിലും വേണ്ടേ, അല്ലാതെ ഒരാൾക്കൊരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ന് പറയുന്ന പോലെ സിനിമയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിശകുകൾ, തെറ്റുകൾ സംഭവിക്കും. നമ്മൾ ഈ ജലസമാധിയിലേക്ക് തിരികെ വരികയാണെങ്കിൽ MS ഭാസ്കർ എന്നുള്ള നടൻ, അദ്ദേഹം തമിഴ് ഭാഷയിലാണ് കൂടുതൽ സുപരിചിതനായിട്ടുള്ളത്. മലയാളത്തിലും കായംകുളം കൊച്ചുണ്ണി തുടങ്ങിയ ഒട്ടേറെ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയം വളരെ മികച്ചതാണ് എന്ന രീതിയിലുള്ള ഈ സിനിമ കണ്ടവരൊക്കെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അഭിനേതാക്കളെ വേണ്ടത്ര പരിഗണന നമ്മുടെ പ്രേക്ഷകരായാലും സിനിമയുമായി ബന്ധപ്പെട്ട ഇത്തരം അവാർഡുകളായാലും നൽകുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ടോ? അല്ല, MS ഭാസ്കറിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ഒരു അത്ഭുതമാണ്. നമുക്ക് നമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളൊരു 10-15 ദിവസം പുള്ളിയുമായിട്ട് ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് പലപ്പോഴും അങ്ങനെയാണ് തോന്നിയത്. ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. നമുക്ക് നമിക്കുക എന്നുള്ളതേ ഉള്ളൂ പുള്ളിയുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള നടന്മാരുടെ അംഗീകാരം എന്ന് പറയുന്നത് വൈകുന്നു. ഇപ്പൊ പുള്ളിക്ക് നമ്മുടെ ഒരു അവാർഡ് കിട്ടിയായിരുന്നു ബോംബെയിൽ നിന്ന്. ഇപ്പം നമ്മുടെ ഫെസ്റ്റിവലിന്, നമ്മുടെ പടത്തിന് ഒരു അവാർഡ് കിട്ടിയിരുന്നു. ബോംബെയിലെ ഗ്ലോബൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ബോംബെയിലുള്ള ഒരു ഫെസ്റ്റിവലാണ്. അതിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും വേണ്ട വിധത്തിൽ അംഗീകാരങ്ങൾ കിട്ടുന്നില്ല. അതിന്റെ കാര്യം ഇതാണ്. അപ്പം അത് ഒരു സിസ്റ്റമിക് പ്രോബ്ലമാണത്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ടൈം ലൈൻ ഉണ്ട്, ഒരു ടൈം സോണുണ്ട്. അത് വരുമ്പോൾ കിട്ടും, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എത്രയോ ആളുകൾ അംഗീകാരം കിട്ടാതെ പോയിരിക്കുന്നു. ഇപ്പം OV വിജയനാണെങ്കിലും എത്രയോ വൈകിട്ടാണ് അദ്ദേഹത്തിനൊരു പുരസ്കാരം, സർക്കാരിൻ്റെ ഒരു പുരസ്കാരം കിട്ടുന്നു, അല്ലേ? അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സമയം അനുസരിച്ച് അത് വന്നു ചേരുക തന്നെ ചെയ്യും. അത്രയും നമുക്ക് പറയാൻ പറ്റും. ഈ വേണു നായർ എന്ന സംവിധായകൻ എങ്ങനെയാണ് MS ഭാസ്കർ എന്ന നടനിലേക്ക് എത്തിയത്? അതായത് ഈ സിനിമയിലെ ജലസമാധിയിൽ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് MS ഭാസ്കർ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോഴാണ്. അപ്പം ഞാൻ ഈ തിരക്കഥ നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പലരെയും കോണ്ടാക്ട് ചെയ്തു. നമ്മുടെ മലയാള സിനിമയിലെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളെയൊക്കെ തന്നെയാണ് ബന്ധപ്പെട്ടിരുന്നത്. അപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു താല്പര്യം കാണിക്കുന്നില്ല. അപ്പം പടം നിൽക്കുന്ന ഒരവസ്ഥയിലെത്തി. ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലെത്തി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വളരെ വർഷങ്ങൾ 10-25 വർഷമായിട്ട് പരിചയമുള്ള വിഷ്ണു പ്രകാശ് എന്ന് പറഞ്ഞിട്ടൊരു നടൻ, നമ്മളിതിനകത്ത് ഒരു മെയിൻ വേഷം ചെയ്തൊരു ആളാണ്. അപ്പം ഞാൻ പുള്ളിക്കാരനോട്, ചേട്ടാ നമുക്കിതിപ്പം പടം ഇത് മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല കേട്ടോ. നമ്മുടെ ആർട്ടിസ്റ്റുകളൊന്നും, ഈ മെയിൻ വേഷം ചെയ്യുന്ന ആർട്ടിസ്റ്റിന് ഇതുവരെ ഫൈനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ആളുകളെ നോക്കി. ഒന്നുകിൽ അവർക്ക് സാമ്പത്തിക പ്രശ്നം, അതല്ലെങ്കിൽ വരട്ടെ നോക്കാം, ഒരു ഡെഫിനറ്റ് ആൻസർ ഇല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്നോട് പിന്നെ വിഷ്ണു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ഒരു കാര്യം ചെയ്യും, നമുക്ക് എപ്പോഴാണ് ഒന്ന് കാണുന്നേ? അപ്പം ചേട്ടൻ പറഞ്ഞു, ഞാൻ വൈകിട്ട് ഇറങ്ങാം. അപ്പോൾ പുള്ളിക്കാരൻ കൃത്യം 5 മണിക്ക് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ പുള്ളിക്കാരൻ, ഞാൻ ഈ സ്ക്രിപ്റ്റ് ഓൾറെഡി കൊടുത്തു. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇന്ന ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ ഞാൻ ഇങ്ങനെ. അപ്പം എന്നോട് പറഞ്ഞു, വേണു, ഈ കഥ വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരാൾ വന്നിരുന്നു. പിന്നെ വേണു വന്ന് മറ്റു പലരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ആരാ കേട്ടത്? എന്നുമല്ല, MS ഭാസ്കർ എന്ന് പറഞ്ഞൊരു തമിഴ് നടനാണ്. ഓ, തമിഴ് നടനാണല്ലേ? അയ്യോ അങ്ങനെ വിചാരിക്കണ്ട, ഈസ് എ വണ്ടർഫുൾ ആക്ടർ. ഞാൻ പറഞ്ഞു, എനിക്ക് തമിഴ് പറഞ്ഞൊന്നും ഫലിപ്പിക്കാമെന്ന് എനിക്കറിയില്ല. എനിക്ക് തമിഴൊന്നും അറിയാമല്ല. അല്ല അത് കുഴപ്പമില്ല, അത് പുള്ളിക്കാരൻ മലയാളം നന്നായിട്ട് പറയും, നന്നായിട്ട് മലയാളം പറയുന്ന നടനാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂട്ടത്തിൽ കായംകുളം കൊച്ചുണ്ടിയിൽ 10-45 ദിവസം ഉണ്ടായിരുന്നു അഭിനയിക്കാൻ. അതുകൊണ്ട് നല്ല റാപ്പയാണ്, ഞാൻ പറയാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആ ഫോട്ടോ തന്നെ എനിക്ക്, ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് അറിയില്ല ഇയാൾ. ചേട്ടാ ഫോട്ടോ ഒന്ന് കാണിക്കാം. അപ്പോൾ ഫോട്ടോ പെട്ടെന്നൊരു, അപ്പം ഞാൻ ഈ മനുഷ്യൻ കൊള്ളാമല്ലോ, നമ്മുടെ ക്യാരക്ടർ പെട്ടെന്ന് തോന്നി, ഇതുവരെ കണ്ടിലേക്ക് വെച്ച് ഏറ്റവും നല്ല ആർട്ടിസ്റ്റായിട്ട് തോന്നി ഈ ക്യാരക്ടർ ചെയ്യാൻ. അപ്പം ഞാൻ ചോദിച്ചു, അഭിനയിക്കുമോ പുള്ളി? നമുക്ക് സംശയമാണ്. കാരണം ഒരു വലിയ ക്യാരക്ടറാണ് ഇത്. ആ ക്യാരക്ടർ വീണാൽ എല്ലാം വീഴും. ഞാൻ പറഞ്ഞു, കൈ നിൽക്കുമോ പുള്ളിയുടെ? നിൽക്കും, ഉറപ്പാണല്ലോ അല്ലേ? ഞാൻ ഉറപ്പ് തരുന്നു. ശരി, എന്നാ ശരി, ഓക്കെ. അപ്പം ഇനി ഒരു കാര്യം ചെയ്യണം, രൂപം കറക്റ്റാണ്. ഇനി പുള്ളി ചെയ്ത ഒരു വീഡിയോ എനിക്ക് ഏതെങ്കിലും ഒരു സിനിമയുടെ ഒരു സാധനം എനിക്കൊന്ന് കാണണം. കാരണം എത്രയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു സാധനത്തിന് മാച്ച് ആവുമെന്ന് അറിയണോ. അതൊരു കാര്യം ചെയ്യാൻ ഞാൻ പുള്ളിയോട് പറയാം. പറഞ്ഞിട്ട്
ഏതെങ്കിലും പടത്തിൻ്റെ ഒന്നുണ്ട് ക്ലിപ്പിംഗ്സ് അയച്ചു തരാം. നമ്മൾ അത് മതി. അപ്പം ഞങ്ങൾ പിരിഞ്ഞ് 1 മണിക്കൂറിനകം എനിക്ക് 8 തോട്ടകൾ എന്ന് പറഞ്ഞ സിനിമയുടെ 1-2 ക്ലിപ്പിംഗ് അയച്ചു. ഞെട്ടിപ്പോയെന്ന് പറയാം ശരിക്കും. ഈ മനുഷ്യനെയൊക്കെ വെച്ചിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ പലരുടെയും പുറകെ പോയെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഇത് മതി, ഇത് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ഒന്ന് വിളിക്ക്, നമ്പർ ഒന്ന് വിളിച്ചിട്ട് പോയാൽ മതി. അങ്ങനെയാണ് ഞാൻ പിന്നെ ചെന്നൈ പോയി കാണുകയും കഥ 5 മിനിറ്റ് പറഞ്ഞില്ല, അതിനുമ്പ് പറഞ്ഞു ഡൺ, നമ്മൾ ചെയ്തിരിക്കും എന്ന്. റെമ്യൂണറേഷൻ അതൊന്നും പ്രശ്നമല്ല, സാർ എന്ത് തരുന്നോ അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളത് പിരിഞ്ഞ് പുള്ളിക്കാരനെ ഫൈനലൈസ് ചെയ്യുന്നതൊക്കെ. അപ്പം അത് ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നല്ല ചോയ്സാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അടുത്ത ഒരു സിനിമയെക്കുറിച്ചുള്ള ആലോചനയിലാണെന്ന് പറഞ്ഞു. കുറച്ചുകൂടി ഒരു കൊമേഴ്സ്യൽ എലമെന്റ് ഉള്ള സിനിമയായിരിക്കുമോ അത്? അപ്പോൾ ഇത് കമേഴ്ഷ്യൽ എലിമെന്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇപ്പം നമ്മുടെ ഈ പടം നമ്മളിപ്പോൾ ഇപ്പം ജലസമാധി എന്ന് പറയുന്നൊരു പക്ക ആർട്ട് പടം, ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റിലുള്ള ഒരു ആർട്ട് പടമായിട്ടൊന്നും ഞാനതിനെ കാണുന്നില്ല. ഇറ്റ്സ് എ ഗുഡ് ഫിലിം എന്നുള്ളതാണ് എൻ്റെ ഫീലിംഗ്. അപ്പോൾ അതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ കുറെ കൂടെ ഒരു പ്രസാദാത്മകമായിട്ടുള്ളൊരു ചിത്രമായിരിക്കണം അടുത്തതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ലൈഫ് എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേരുന്നതാണല്ലോ, ഇരുട്ടും വെളിച്ചവും കൂടെ ചേരുന്നതാണല്ലോ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു കുറച്ച് ഇരുട്ട് കൂടിയ ഒരു ചിത്രം ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് നമുക്കൊരു കുറച്ചുകൂടെ പ്രസാദാത്മകമായിട്ടുള്ളൊരു പടം ചെയ്യാനുള്ളൊരു ആലോചനയിലാണ്. അത് ഇങ്ങനെ നടക്കുന്നു. ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. ഐ ആം വെരി ഓപ്റ്റമിസ്റ്റിക്. മേ ബി 2022 ഒരുപക്ഷെ അത് റിയലൈസ് ചെയ്തേക്കാം. അപ്പം അതിൻ്റെ വായന ഏതാണ്ടൊരു കഥ ഏതാണ്ടൊക്കെ ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരിയുടെ ഒരു നോവലാണ് നമ്മൾ സിനിമയാക്കുന്നത്. അപ്പോൾ അത് ഒരു സൂപ്പർ സ്റ്റാറിനോട് കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അതിങ്ങനെ ജസ്റ്റ് തുടങ്ങി. ബട്ട് നല്ല വളരെ ഒരു ഫീൽ ഗുഡ് ഹാർട്ടനിങ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. യാ, ഇറ്റ് വിൽ ബി വെരി ഹാർട്ടനിങ് ആൻഡ് വെരി പോസിറ്റീവ് ഹാപ്പി ഫിലിം ആയിരിക്കും. ഈ ജലസമാധി ഒരുപാട് രാജ്യങ്ങളിൽ ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിച്ചു. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത് കാണാൻ സാധിച്ചിട്ടില്ല. കാരണം അത് തിയേറ്ററിലേക്ക് എത്തുന്നതിന് ആ ഒരു സമയത്താണ് ഈ കൊറോണയുടെ ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇരുട്ട് കയറി വന്നത്. എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു റിലീസുമായി ബന്ധപ്പെട്ട്? ഞാൻ അത് തിരുവനന്തപുരത്ത് 2 ഷോ വെച്ചിരുന്നു. ഒന്ന് ലെനിൻ സിനിമാസിലും മറ്റൊന്ന് കൈരളി ശ്രീ തിയേറ്ററിലും വെച്ചിരുന്നു. അപ്പോൾ അന്ന് കുറേ ഇൻവൈറ്റഡ് ഓഡിയൻസിൻ്റെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും അല്ലാത്തവരും പിന്നെ അസംബ്ലി മെമ്പേഴ്സിനും മന്ത്രിമാർക്കും ഒക്കെ വേണ്ടിയിട്ട് 2ാമതും ഒരു ഷോ, പിന്നെ ബാക്കിയുള്ള സുഹൃത്തുക്കൾക്കെല്ലാം 2 പ്രാവശ്യം നമ്മളത് കാണിക്കുക. അത് പത്രങ്ങളിലൊക്കെ വൈഡായിട്ടുള്ള ഒരു ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ ആളുകൾ വരികയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം മാത്രമല്ലല്ലോ ഒരു സിനിമ സംഭവം. നമ്മൾ പടം റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ മാർച്ച് 10 നമുക്ക് റിലീസ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത്. മാർച്ച് 10 മാർച്ച് 6. അപ്പോൾ മാർച്ച് 6 റിലീസ് ചെയ്യാനിരിക്കുന്ന സമയത്താണ് മാർച്ച് 10 മുതൽ തിയേറ്ററുകൾ അടയ്ക്കുന്നു എന്നുള്ളതിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൊറോണയുടെ ഒരു കാലം കഴിഞ്ഞ് എന്നാണോ തിയേറ്റർ തുറക്കുന്ന ഒരു 100% ഒക്യുപ്പൻസി ഒക്കെ വരുന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റും. അതെ, അല്ലാതെ നമ്മളൊരു 50% ഒക്യുപ്പൻസി വെച്ചിട്ട് സിനിമ തിയേറ്ററിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു സമയത്ത് നമുക്കിത് കാണിക്കാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ സിനിമ എന്ന് പറയുന്നത് നമുക്കറിയില്ല എങ്ങനെയാണ് പ്രേക്ഷകർ അത് എടുക്കുന്നതെന്ന്. പക്ഷേ ഐ എം വെരി ഹോപ്പ്ഫുൾ. ഏതായാലും ജലസമാധി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തട്ടെ. പ്രേക്ഷകർ ഈ ജൂറി അവാർഡ് നിർണയ കമ്മിറ്റി സ്വീകരിച്ചതുപോലെ തന്നെ പ്രേക്ഷകരും നിറഞ്ഞ മനസ്സോടെ ജലസമാധിയെ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ താങ്കളുടെ അടുത്ത സിനിമ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചുള്ള സിനിമ, ആ സിനിമയ്ക്ക് വേണ്ടിയും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഒരു വലിയ വിജയചിത്രമായി ആ സിനിമയും മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അതിഥിയായിട്ടതിന് ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. ടക്കീസ് ടോക്കിന്റെ ഈ ആഴ്ചത്തെ ഷോ ഇവിടെ പൂർണ്ണമാവുകയാണ്. സിനിമ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അതുവരേക്കും ബൈ ബൈ.